ഇന്ന് നമ്മൾ നമ്മുടെ നാടനൊരു തോരൻ വെക്കുവാണേ. നമ്മുടെ പറമ്പിലെ നമ്മുടെ സ്വന്തം ചേനയിലയും വേലിച്ചീരയും, എന്തോ ഇതിന് പറയുന്നത്, കുപ്പച്ചീര, വേലിച്ചീര, പിന്നെ മൈസൂർ ചീര, ഞങ്ങളിവിടെ വേലിച്ചീര എന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് നമ്മളിന്നൊരു സൺഡേ സ്പെഷ്യൽ വേറെ ഉണ്ട്, പക്ഷേ ഞാൻ തോരൻ്റെ റെസിപ്പി മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചേനയില നേരത്തെ കഴുകി വെച്ചിരുന്നു. അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോയി കഴിഞ്ഞപ്പോഴാണ് അരിയുന്നത്. കാരണം ആ വെള്ളം ദേഹത്ത് വീണാലേ ചൊറിഞ്ഞാലോ, ചേന എടുക്കുമ്പോൾ ചൊറിയുന്ന പോലെ എന്നോർത്ത്. പക്ഷെ അരിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, കൈയൊന്നും ചൊറിയുന്നൊന്നുമില്ല കേട്ടോ. വേലിച്ചീര ഞാൻ അരിയാൻ അതിൻ്റെ തണ്ടും എല്ലാം കൂടെ എടുത്ത്, ഇളം തണ്ടും ഇലയും കൂടെ ഒടിച്ചെടുത്ത്, പിന്നെ മൂത്ത ഇലയുണ്ട്. ഞങ്ങളിത് കുറേ ആകുമ്പോൾ നടുക്ക് വെച്ച് അങ്ങ് വെട്ടിക്കളയും. അപ്പോൾ അവിടുന്ന് മുളച്ച് വരുമ്പോൾ ആ നല്ല തണ്ട്, ഇളം തണ്ടായിരിക്കും. എന്നും കാണും. ചീര, കൂമ്പ, എപ്പോഴും പറയുന്ന പോലെ ചീര, കൂമ്പ, ഓമയ്ക്ക, വാഴയ്ക്ക, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പം ഞാനിത് എല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞപ്പോൾ കണ്ടോ. പക്ഷേ ഇത് ആവി കയറുമ്പോൾ കാണിക്കാമേ എത്രയുണ്ടെന്ന്. പിന്നെ ഞാൻ തേങ്ങ തിരുമ്മി വെച്ചു, നമ്മുടെ തോരന് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരിച്ചിരി ജീരകം, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, 2-3 പച്ചമുളക്. കാന്താരി പറിക്കാൻ പോകാൻ ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര മഴയാണ്. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഇറങ്ങിയില്ല. ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ ഉണക്കമുളകില്ല, അന്നേരം നമ്മുടെ ഉള്ളി ചതച്ചിട്ടു, കൊച്ചുള്ളി. വേണമെങ്കിൽ സവാള അരിഞ്ഞിടായിരുന്നു ചീരയ്ക്കകത്തെ, പക്ഷേ ഞാൻ ഇന്ന് സവാളയൊന്നും അരിഞ്ഞിട്ടില്ല. നമ്മൾ ചീര സാധാരണ തോരൻ വെക്കുമ്പോൾ ഞാൻ സവാളയും പച്ചമുളകും കൂടെ ഒക്കെ അരിഞ്ഞിടും. ഇന്ന് ചേനയിലയും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ സവാള ഇട്ടില്ലെന്ന് പറയാൻ, അരിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങ് മറന്നുപോയി. അതുകൊണ്ടാണ് ഇടാൻ, അല്ലെങ്കിൽ ഞാൻ സവാളയും കൂടി ഇട്ടേനെ. പിന്നെ ചീനിച്ചട്ടിക്കകത്തോട്ട് ഇടാൻ തുടങ്ങിയപ്പോഴേ ഓർത്ത്, അയ്യോ സവാള അരിഞ്ഞിട്ടില്ലല്ലോ എന്ന്. പിന്നെ നമ്മളിങ്ങനെ ചീര തോരൻ വെക്കുമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. കണ്ടോ, ആവി കയറിയപ്പോഴത്തേക്കിന് ചീര പമ്മിപ്പോയത് കണ്ടോ. നാടൻ ഭാഷയാണേ, ആരും കളിയാക്കരുത്. പിന്നെ നമ്മുടെ അരപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കാം, ചതച്ചതെല്ലാം അങ്ങോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ആവി ഇപ്പം തന്നെ ഇത് മുക്കാലും വെന്തു. ഒറ്റ ആവി കയറിയപ്പോഴേ തണ്ടും ഇലയെല്ലാം നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി അരപ്പ് ഇലയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് തത്തിപ്പൊത്തി ആവിയിലൊന്ന് വേവിച്ച് തോർത്തിയെടുക്കാം. വേറെ ഇന്ന് ചിക്കൻ കറി വെച്ചു, ചീരയില തോരനും. ഒഴിച്ച് കറിയൊന്നും വേറെ ഒന്നുമില്ല, ഇന്നിത് രണ്ടേ ഉള്ളൂ. ഇന്നൊരു ചെറിയ യാത്രയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, അതുകൊണ്ട് ഇന്നത്തെ ഫുഡ് ഇതാ. അപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ചേനയില തോരൻ വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.